കൃപ മാത്രം മതി. കണ്ടോ? അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. നമ്മുടെ ദൃഷ്ടി അവിടെ കുറുക്കന്റെ കണ്ണെവിടെയായിരിക്കും? കോഴിക്കോട്ടില്. കണ്ടോ? അതുപോലെ നമ്മുടെ കണ്ണെവിടെയായിരിക്കും? ആത്മാവിനെ പിടിക്കാൻ. കാരണം ആത്മാവിനെയാണ് ദൈവം അഭിലഷിക്കുന്ന. യാക്കോബ് 4:5. കണ്ടോ? ധനവാന്റെ ഹൃദയം എവിടെയായിരിക്കും? എവിടെയാണ്? മത്തായി 6:21 നിന്റെ നിക്ഷേപം എവിടെയാണ്? അവിടെയാണ് നിന്റെ ഹൃദയം. മത്തായി 6:24 ലൂക്ക 16:13 എന്താണ്? ഇതുകൊണ്ടാണ് കൃപയിൽ വന്നാല് നമ്മുടെ വ്യതിചലിച്ചു പോയില്ല. പ്രവൃത്തിയിലാണെങ്കിലോ വ്യത്യാസം പറഞ്ഞു തരാം. ഇനി പ്ലെയിനായിട്ട് കൃപയിലുള്ളവര് ആർക്കും വിലക്ക് മേടിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? പണത്തിനോ പ്രതാപത്തിനോ സൗന്ദര്യത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഈ ലോകത്തിന്റെ ഒന്നിനവരെ ബാധിക്കില്ല. അതാണ് കൃപ. ഇതെവിടെയാണ് കൃപ വരുന്നത്? നമ്മുടെ ആത്മാവിന്റെ കൂടെ. ഗലാത്യ 6:17-18. നമുക്ക് ചവിട്ടോർമ്മ വേണോ? വേണോ വേണ്ടയോ? വേണ്ട. മനസ്സിലായ? മറ്റവർക്ക് എന്ത് വേണം? എങ്ങനെയാണ് വിളിക്കുന്നത്? ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. വിളിച്ചാലും വരുക. അപ്പൊ കിടക്കുന്ന ആള് വേണ്ടെന്നേ പറയുള്ളൂ. കണ്ടോ? അത് കൃപയിലല്ല, പ്രവൃത്തിയിലാണ്. അത് റോമ 4:2 എന്താ പറയുന്നത്? അഭിമാനത്തിന്. കണ്ടോ? ഒരു 10 വീട് വെച്ചോട്. പിറ്റേ ദിവസം പത്രത്തിൽ വന്ന് ഫോട്ടോയൊക്കെ വന്നില്ലേ? മനസ്സിലായ? എല്ലാരും പറഞ്ഞ് പിറ്റേ ആഴ്ച പള്ളിയിൽ പോകുമ്പോൾ നിൽക്കുമ്പോൾ നടക്കാം. കണ്ടോ? ഇല്ലേ? അതേ സമയത്ത് തന്നെ കൃപയിലാണോ? അതാണ് വ്യത്യാസം. ഈ കൃപ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കാൻ ദൈവം ഇത്രയും വെളിപ്പെടുത്തി തരണത്. എഫോസസ് 5:1-13 വനം വായന. അതിന്റെ ഭാഗ്യം ദൈവം നമുക്ക് തന്നു, മറ്റുള്ളവർക്ക് കൊടുത്തില്ല. ആ ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് റോമ 9:14-18 വനം. പുറപ്പാട് 33:19, പുറപ്പാട് 19:16. എഫോസസ് 3 വായന. കണ്ടോ? എന്താ പറഞ്ഞത് കേട്ടോ? വിശുദ്ധ പൗലോസ് പറഞ്ഞെന്താണെന്ന് കേട്ടോ? ഇത് അപ്പൊ പൗലോസിന്റെ കൃപ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കോ ഇല്ലയോ? ഇല്ല. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? എല്ലാം സാധിക്കും. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മാർക്കോസ് 10:27. അതാ ഇതിൽ പറയുന്നത്. ജെനിസസ് ഉൽപ്പത്തി 18:14. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? ജെറമ്യാ 32:27 ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുമുണ്ടോ? എല്ലാം സാധിക്കും. മത്തായി 19:26, ലൂക്ക 18:27 ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം സാധിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിയ 4:13 പറയുന്നത്, യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ആ നാമത്തിന്റെ ശക്തിയാണ്. ദൃശ്യവും അദൃശ്യമായ എല്ലാ നാമങ്ങൾക്കുപരി ആരുടെ നാമമാണ്? ഒറ്റ നാമമുള്ളൂ. കൊളോസസ് 1:15-16. അതാ അപ്പോസ്തലപ്രവർത്തനം 4:12 ഒറ്റ നാമമുള്ളൂ. വേറെ നാമം പറയാമോ? ഗണപതി എന്ന് പറയാമോ? ബുദ്ധിയിലാണെങ്കില കൃപയിൽ വന്നാല്
ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം വരുവുള്ളു, കിട്ടുകയുള്ളു. അതാണ് നിയമോത്തരം 12 29 32 വനത്തിലും പുറപ്പാട് 23 13 വായിക്കുക. നിങ്ങൾ കീഴടങ്ങാൻ പോകുന്ന ദേശത്തുള്ള ജനങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവരെപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. ആനപ്പുറത്താണോ ദേവനെ കൊണ്ടുവന്നത്? അന്വേഷിക്കാൻ പോകരുത് ആനപ്പുറത്താണെന്ന്. കണ്ടോ, അന്വേഷിക്കാൻ പോകരുത്. പിന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾ അവരെ അനുകരിക്കരുത്. ദൈവവചനമാണ് കേട്ടത്. പിന്നെ കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും. എൻ്റെ കണ്ണിന് നല്ല കൗതുകരമായിട്ടുള്ളതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ മേടിച്ചു വെക്കും. വലിയ വഴിയേരിയിലൊക്കെ ഇരിക്കുന്നത് എന്ത് കണ്ടാലും മതി. ഉണ്ടോ? ഇത് കൊള്ളാം, നല്ല ഭംഗിയാണ്, പിന്നെ ടി വിയുടെ മോളിൽ വെക്കാനെന്ന് കൊണ്ടുവരും വഴിയിൽ നിന്ന്. അത് വെക്കും. വീട്ടിൽ അപ്പം തുടങ്ങുമാട്ടി ഭാര്യയുമായിട്ട് മിളച്ച വസ്തു കയറ്റിയാല് ജെർമിയ 16:18 ഇസക്കൽ 20 6 തൊട്ട് 9 വനാണ് മിളച്ച വസ്തുക്കള്. ഞാൻ അവർക്കായി കണ്ടുവച്ചത് എല്ലാ ദേശങ്ങളിലും ശ്രേഷ്ഠമായ ഈ ദേശത്തിലേക്ക് അവരെ ഈജിപ്തിൽ കൊണ്ടുപോകണമെന്ന് അന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു. നിങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ഛ വസ്തുക്കള് എറിയുമാ നിങ്ങള്. അത് പ്രൈസ് ദി ലോർഡ്. അന്നായി മുന്നോട്ട് വരും ആത്മാവില്. അല്ല ഇതവിടെ കൂട്ടി വെച്ചോണ്ടിരിക്കും, കളയാൻ കഴിയില്ല. ചോദിക്കുമ്പോൾ ഞാൻ 600 രൂപ കൊടുത്ത് മേടിച്ചാണ്, 3000 രൂപ കൊടുത്ത് മേടിച്ചാണ്, 18,000 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സാധനമായിരിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രവാദികളുള്ള സ്ഥലമാണ് ഈജിപ്റ്റ്. ഏറ്റവും കൂടുതൽ വ്യഭിചാരികളുള്ള സ്ഥലം പറയാമോ? ഓരോരുത്തർ പറയണം ആത്മാവില്. കപടന്മാരാണ്, മന്ത്രവാദികളാണ് ഫിലിപ്പൈൻസിൽ. ഓരോ സ്ഥലത്ത് പ്രത്യേക ഹോമോസെക്ഷൽസ് എവിടെയാണ്? അമേരിക്കയില് കാലിഫോർണിയയില്. പിന്നെ സിൻ സിറ്റി ഉണ്ടല്ലോ അവിടെ, ചിക്കാഗോ. ഓരോ സ്ഥലം ദൈവം കാണിച്ചു തരും. കപടന്മാരുടെ സ്ഥലം നമ്മളാണ്. മനസ്സിലായ? ഇവിടെ എന്തെങ്കിലും അംഗീകരിക്കും ആരെങ്കിലും? അതുകൊണ്ടാണ് ഈശോ ഇവിടെ കൊടുക്കുന്നതിന് വേറെ സ്ഥലത്തോട്ട് പോകാം. ഇപ്പൊ ഞാൻ നാളെ ഗോവയ്ക്ക് പോവുകയാണ്, കണ്ടോ, 3 ദിവസത്തേക്ക് കാലത്ത്. ആ സമയത്ത് പിശാചു കൊണ്ടെന്ന് ബന്ധു വെച്ചു, കണ്ടോ. അപ്പൊ അവനെ പറ്റിച്ചോണ്ട് വെളുപ്പിനെ പോകേണ്ടി വരും. അവസ്ഥ കണ്ടോ? എല്ലാ പീഡനങ്ങളും സഹിക്കേണ്ടി വരും കർത്താവിൽ വരുമ്പോ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന പകരം വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തിരുന്നെങ്കിലാ അവരിപ്പോ എന്ത് ചെയ്തണം? മത്തായി 11 20 തൊട്ട് 24 വരെ വനം വായിച്ച്. ഇതെല്ലാം ഈശ്വരന്റെ കാലത്തുള്ളത് വരെ ഇപ്പോഴും നടക്കണത്. ഒരു വ്യത്യാസമില്ല. വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസം. അന്നത്തെ കച്ചവടക്കാരൻ തന്നെ അന്നത്തെ കച്ചവടക്കാരനേക്കാളും കൂടുതൽ മായം ചേർക്കാൻ ഇന്നറിയാം. കണ്ടോ? എല്ലാം ആകെയുള്ള വ്യത്യാസം എന്താണ് പറയാമോ? വേഷം, ചിരി, ഭാഷ അല്ല, വേഷം, ചിരി, നടപ്പ്. നടക്കണൊക്കെ കണ്ടിട്ടില്ലേ സഹോദരികളൊക്കെ? പലതരത്തിലല്ലേ സഹോദരന്മാരാ. എല്ലാവരും ഇരുന്ന് മിണ്ടാതിരിക്കുകയാണ്. ഇതിൽ പ്രഭാഷകൻ 19 29 30 അതിൽ മാത്രം വ്യത്യാസം വന്നിട്ടില്ല. ബാക്കിയുള്ള ആത്മാവെല്ലാം ഒന്നാണോ? എല്ലാ ആത്മാക്കളും ഒന്നാണ്. കണ്ടോ? മലക് വൈദ്യ മാനസാന്തരപ്പെടാൻ അവയെ ശാസിക്കാൻ
മറ്റെന്നും പ്രവാചകൻ അവകാശപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റൊന്നും അവൻ ചെയ്യാൻ സാധിച്ചു. ഒരു അത്ഭുതവും ചെയ്തില്ല കർത്താവ്. കണ്ട, അവര് കാണുന്ന ആരാണ്? അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിശ്വാസരാഹിത്യം. അവര് പറയുന്നത് ഞങ്ങൾ അറിയുമല്ലോ, ജോസഫിന്റെ മകനല്ലേ, കണ്ടോ, തച്ചന്റെ മകനല്ലേ, മേരി അറിയും, മറ്റവനറിയും, എല്ലാവരും. പിന്നെ എവിടെ നിന്നാണ്? കണ്ടോ, ഇതാണ് ലൗകിക മനുഷ്യന്റെ നോട്ടം. അതാണ് തിത്തോസ് 1:15-16 പറയുന്നത്, വിശുദ്ധ പൗലോസ് പറയുന്നത്. നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും എല്ലാം മലിനവും. കണ്ടോ, എല്ലാം മലിനമാണ്. നിങ്ങളൊരു പച്ച കണ്ണാടി വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? എല്ലാം പച്ചയായിട്ട് കാണാം. കണ്ടോ, ഇതുപോലെ യോഹന്നാൻ 12 1 തൊട്ട് 8 വരെയുള്ള വനത്തില് മറിയവും മാർത്തയുമുണ്ട്. നിങ്ങൾക്ക് ആരനിഷ്ടം, ആരാകണമെന്നാണ്? പറ. ആദ്യം മാർത്താന്ന് വന്നുപോയതാണല്ലേ, എന്നിട്ട് മറിയം ആക്കിക്കൊള്ളുന്നു. കണ്ടോ, എല്ലാം മറിയം. അതിന് വായിക്കുക. മർത്തക്ക പരിപാടി എന്താണ്? ഈ പരിചരണമാണ്. വരുന്നവർക്കൊക്കെ കാപ്പി പലഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവിടെ നല്ല തമാശം പറയുക. കണ്ടോ, ഇങ്ങനെ കറങ്ങി അടക്കുക. ആ അവസരമാണ് മാർത്താക്ക് ലോകത്തിലോട്ടുള്ള താല്പര്യമാണ്. അപ്പൊ മറിയം ചെടുത്തിയാണ്. ചെടുത്തി എന്താ ചെയ്തത്? ലാസറും ആങ്ങളെയും വന്നിരുന്നു. മറിയം ചെയ്തതാണ് ഒരു കുപ്പി നർദീൻ തൈലം. അതിന്റെ വില എത്രയാണ്? 300 ദിനാറ. ഇന്ന് 1 കോടി രൂപയാണ് ഇന്നത്തെ വില. മറിയം ചെയ്തതാണ് ഒരു കുപ്പി നർദീൻ തൈലം. അതിന്റെ വില എത്രയാണ്? 300 ദിനാറ. ഇന്ന് 1 കോടി രൂപയാണ് ഇന്നത്തെ വില. അത് പൊട്ടിച്ച് നിങ്ങളാണെങ്കിൽ കൊടുക്കുക, പാത്തു വെക്കും സാരിയുടെ അടിയിൽ, അല്ലേ? ആരൊക്കെ കൊടുക്കാതെ പതുക്കെ തൊട്ട് മേത്ത് വരട്ടും. വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ലല്ലേ? അത് പൊട്ടിച്ചാണ് ഈശോന്റെ കാലില് ഒഴിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ചെയ്യുമോ? ഈശോ ആണെന്ന് അറിഞ്ഞാല്? ഇല്ല, അത് വിറ്റ് കാശാക്കും. 1 കോടി രൂപയായിട്ട് എന്തൊക്കെ മേടിക്കാമല്ലേ? എത്ര ഡയമണ്ട്സ് മേടിക്കാം, എത്ര സാരി മേടിക്കാം, അങ്ങനെ പോകല്ലേ? അത് പൊട്ടിച്ച് കർത്താവിന്റെ കാലിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്തു? തന്നെ മുടി കൊണ്ട് എന്ന് നോക്കണം. ഭയങ്കരമാണത്. ആ മുടി ഏറ്റവും വിലമതിക്കുന്ന ആ സ്ത്രീകള് ആ മുടിയെടുത്ത്, ഇപ്പൊ മുടിയില്ല സ്ത്രീകൾക്ക്, അല്ലേ? 1 കൊറിയന്തസ് 14 മുടിയില്ലാത്ത സ്ത്രീകള് വൈകി നിന്ദ്യമാണ് ദൈവത്തിന്. ഇന്നൊന്നിനെ പ്രാർത്ഥിക്കാൻ പോയപ്പോ മുടിയില്ല. കണ്ടോ? ആ, സ്ത്രീക്ക് അത് ഭൂഷണമാണ്. കണ്ടോ, അത് പ്രകൃതി തന്നെ പഠിപ്പിക്കുന്ന വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെട്ടിക്കളഞ്ഞാലോ? വെട്ടിക്കളഞ്ഞിട്ട് നേരെ വിപരീതം. ആണ് പെണ്ണായിട്ട് ഉടുക്കാമോ? പെണ്ണാണായിട്ട് ഉടുത്തിട്ടുണ്ടാവല്ലോ ഇവിടെ ഫാൻസി ഡ്രസ്. നിയമവർത്തനം 22:5 നിന്ദ്യമാണ് ദൈവത്തിന്. കണ്ടോ, നിന്ദ്യമാണ്. അനേക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. ഞാൻ ഒരിക്കലും ഒരു സഹോദര്യ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഭയങ്കര ബന്ധനം കണ്ടു, ഭർത്താവിന് ഒന്നും കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, കുടുംബത്തിന് നല്ല വഴക്കും, ഈ ബന്ധനമാണ്. അവസാനം ചോദിച്ചപ്പോ അമ്മയും അപ്പനും ഒക്കെ നല്ല ക്രിസ്ത്യാനികള്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവര് എല്ലാം. അപ്പൊ അവരുടെ എല്ലാം ബന്ധനം പുള്ളിക്കാരത്തിന്റെ ബന്ധനമാണ്. പുള്ളിക്കാരത്തേക്ക് അറിയില്ല. നമ്മുടെ ബന്ധനം നമ്മൾ അറിയില്ല. വചനം വരുമ്പോഴേ നമ്മുടെ ബന്ധനം അറിയുള്ളൂ.
സങ്കീർത്തനം 107:20 വചനം വെച്ച് അടിച്ചു കഴിയുമ്പോഴാണ് ബന്ധനം പൊട്ടണത്. അതാണ് ജെറമ്യ 23:29 കുടം വെച്ച് തട്ടുമെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ഫാൻസി ഡ്രസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എടുത്തിട്ടുണ്ട്. ഞാൻ സായിബാബയായിരുന്നു. മുടിയൊക്കെ ഇത്രയുണ്ട്, കാണാനുമുണ്ട്. അപ്പൊ സായിബാബയായിട്ടൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നു 3 സ്ഥലത്ത്. അപ്പൊ ഒന്നുകൂടി മിടുക്കിയായി. സായിബാബ ആരാണ്? 2 തെസ്സലോനിക്ക 2 വായിക്ക്. 2-5 ഉള്ളവനത്തില് കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനക്കാരനും പ്രസംഗക്കാരനും ഞങ്ങളുടെ അവകാശത്തിന് ലേഖനക്കാരനും നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അസ്വസ്ഥമാണ്. ആരെങ്കിലും ഒരു വിധത്തിൽ നശിക്കരുത്. എന്നാൽ ആ ദിവസത്തിൽ നിന്ന് വിശ്വാസത്യാഗം ഉണ്ടാകുന്നു. നാശത്തിന്റെ സന്താനമായി അനാരോഗ്യത്തിന് മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ദൈവങ്ങൾ വെളിപ്പെട്ടതോ ആരാധന വിഷയമായിരുന്നതോ ആയ എല്ലാവരെയും അവൻ എതിർക്കുകയും ആദ്യത്തിൽ സമ്മതം അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം ദൈവത്തിന്റെ ആലയത്തിൽ അവൻ സ്ഥാനം പിടിക്കും. ഇതാണ് വെളിപാട് 13-ല് 16-ല് വെളിപാട് 16-ല് 13-ഉം 14-ാം വാക്യത്തിൽ വരുന്നത്. ഇതുകൊണ്ടാണ് സായിബാബയുടെ 1 മണി കഴിയുമ്പോൾ അവന് വായിന്ന് നൊരയും പതെല്ലാം പോടും. അതാണ് മാർക്കോസ് 5:9. ഇതെല്ലാം കൃപയുണ്ടെങ്കിലേ കണ്ടുപിടിക്കുള്ളൂ. കൃപയില്ലെങ്കിൽ നല്ല സംഗതികൾ അവൻ ചെയ്യണം. അവന്റെ പുറകെ നടക്കും എല്ലാം കൂടി. ലോകം മുഴുവൻ അവന്റെ പുറകെയാണ്, ഇല്ലേ? ഒറ്റെണ്ണം ഒരു ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ അവന്റെ ഭക്തരാണ്, അവനെ ആരാധിക്കുന്നത്. കണ്ടോ? ഒരു സെമിനാറിൽ ചെന്നപ്പോ എന്നോട് തിയോളജൻ വന്ന് നല്ലത് പ്രവർത്തിക്കുന്നു, കണ്ടോ? വചനം കൊടുത്തപ്പോ വേഗം സ്ഥലം വിട്ടു. വചനമാണ് ഈശോ. വെളിപാട് 19:13. അവൻ രക്തത്തിനുള്ളിൽ മേഖലയിൽ ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. ദൈവവചനം എന്നാണ് ഈശോന്റെ നാമം. അതുകൊണ്ടാണ് ആ വചനം ദൈവമാണ്.